ഒരു മരണവാർത്ത നമ്മൾ കേട്ടു വാട്സപ്പിലൂടെ, ഒരു മരണവാർത്ത. ഈ മരണവാർത്ത കേൾക്കുമ്പോൾ നമുക്ക് കോപ്പി പേസ്റ്റ് അടിക്കാൻ പറ്റും. അവിടെ നമ്മൾ സേവ് ചെയ്ത് വെച്ച സ്റ്റിക്കേഴ്സ് ഉണ്ടാകും, അറബിയിലും മലയാളത്തിലുമൊക്കെ ഉള്ളത്. പലരും ഇത് അയക്കുകയാണ്. ഒരു മുസീബത്ത് കേട്ടാൽ നാം പറയുന്നത് വേറൊരാളെ അറിയിക്കണം എന്നത് പ്രത്യേകിച്ച് സുന്നത്തില്ല. ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്റ്, നമ്മൾ ചൊല്ലുന്ന ഒരു ദുആ, അത് വേറൊരാളെ കേൾപ്പിച്ച് അയാൾക്ക് അയച്ചു കൊടുക്കണമെന്ന നിബന്ധനയേ ഇല്ല. മറിച്ച് അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരു ഇബാദത്ത് എന്നുള്ള നിലക്ക് നമ്മൾ ചൊല്ലേണ്ടതാണത്, നമ്മൾ പറയേണ്ടതാണത്. അയാൾക്ക് അയച്ചു കൊടുക്കാനുള്ളതല്ല, അത് വേറൊരു വ്യക്തിക്ക് അയച്ചു കൊടുക്കാനല്ല. ഈ ദിക്റ് ദുആ നമ്മൾ ചൊല്ലേണ്ടതാണിത്. നാവ് കൊണ്ട് ഉച്ചരിക്കാതെ കേവലം ടൈപ്പ് ചെയ്താലോ അയച്ചാലോ അത് ദിക്റായി ദുആ ആയി പരിഗണിക്കപ്പെടുകയില്ല. അതേപോലെ തന്നെ ഇത് ഒരു മരണവാർത്ത അതല്ലെങ്കിൽ ഒരു മുസീബത്തിന്റെ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അത് പറഞ്ഞ എന്നെയും കൂടി അറിയിച്ചാലേ ഇത് പൂർണ്ണമാകൂ എന്ന് പലരും ധരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ മറുപടിയായിട്ട് ഈ പറഞ്ഞ സ്റ്റിക്കറോ മറ്റോ കണ്ടില്ലെങ്കിൽ അസ്വസ്ഥമാവാണ്. എന്തായി മറുപടി അയച്ചില്ല, അതിന്റെ പേരിലൊക്കെ പിണങ്ങാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുന്ന ആ വ്യക്തിക്ക് അറിയാനും പിന്നെ ആ വ്യക്തി ദുആ ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. അയാൾ തിരിച്ച് മറുപടി പറഞ്ഞാലും ഇല്ലെങ്കിൽ അതൊരു വിഷയമല്ല. നമ്മുടെ ലക്ഷ്യം അതല്ല, ആ വ്യക്തിയെ അറിയിക്കുക എന്നുള്ളതുമായിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സ്റ്റിക്കർ അയക്കുന്നതിന് കുഴപ്പമില്ല, നമ്മൾ എഴുതി അയക്കുന്നതിന് കുഴപ്പമില്ല, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു മരണവാർത്ത നമ്മൾ കേട്ടു വാട്സപ്പിലൂടെ, ഒരു മരണവാർത്ത. ഈ മരണവാർത്ത കേൾക്കുമ്പോൾ നമുക്ക് കോപ്പി പേസ്റ്റ് അടിക്കാൻ പറ്റും. അവിടെ നമ്മൾ സേവ് ചെയ്ത് വെച്ച സ്റ്റിക്കേഴ്സ് ഉണ്ടാകും, അറബിയിലും മലയാളത്തിലുമൊക്കെ ഉള്ളത്. പലരും ഇത് അയക്കുകയാണ്. ഒരു മുസീബത്ത് കേട്ടാൽ നാം പറയുന്നത് വേറൊരാളെ അറിയിക്കണം എന്നത് പ്രത്യേകിച്ച് സുന്നത്തില്ല. ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്റ്, നമ്മൾ ചൊല്ലുന്ന ഒരു ദുആ, അത് വേറൊരാളെ കേൾപ്പിച്ച് അയാൾക്ക് അയച്ചു കൊടുക്കണമെന്ന നിബന്ധനയേ ഇല്ല. മറിച്ച് അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരു ഇബാദത്ത് എന്നുള്ള നിലക്ക് നമ്മൾ ചൊല്ലേണ്ടതാണത്, നമ്മൾ പറയേണ്ടതാണത്. അയാൾക്ക് അയച്ചു കൊടുക്കാനുള്ളതല്ല, അത് വേറൊരു വ്യക്തിക്ക് അയച്ചു